എന്നാലും ചീരുമോൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചീരു, എന്റെ പൊന്നുമോളെ, അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ മരണമല്ലാതെ മറ്റൊരു വഴി നിന്റെ മനസ്സിൽ തെളിഞ്ഞില്ലേ മോളെ? നീ എന്താ നിന്റെ കുഞ്ഞുങ്ങളെയും നമ്മുടെ അച്ഛനെ ഒന്നും ഓർക്കാതിരുന്നേ? വീണ്ടും അവന് നീ വേണ്ടെന്ന് വെച്ചാ ഞങ്ങളാരും നിന്റെ കൂടെ നിൽക്കില്ലെന്നാണോ നീ വിചാരിച്ചേ? അവസാനം ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കല്ലേ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നിന്നെ വീണ്ടും അവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കിയത്? അതന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയ ആ നിമിഷം നിനക്ക് എന്റെ അടുത്തേക്ക് ഓടി വരാന്ന്. എന്നിട്ട് നീ എന്തിനാ മോളെ ഇങ്ങനൊരു അവിവേകത്തിന് മുതിർന്നത്? എനിക്ക് മടുത്തേച്ചി, മതിയായി ഈ ജീവിതം. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ മരണമല്ലാതെ വേറൊരു വഴിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി ചേച്ചി. സത്യ, ഞാൻ അച്ഛനൊന്ന് വിളിച്ച് പറയട്ടെ. അദ്ദേഹം അവിടെ ചീരുവിന്റെ വിവരമൊന്നും അറിയാതെ ടെൻഷനിലായിരിക്കും. ശരിയാ, ഏട്ടൻ പെട്ടെന്ന് മാഷിനെ വിളിച്ച് കാര്യം പറ. മതി മോളെ, കരഞ്ഞത് മതി. സത്യം നിന്റെ ഭാഗത്താ, അതുകൊണ്ട് ദൈവവും നിന്റെ കൂടെയാ. അതല്ലേ ഇന്ദ്രന്റെ സത്യന്റെ കൺമുൻപിൽ നീ വന്നുപെട്ടത്. മാഷ ഇന്ദ്രേട്ടനെ വിളിച്ചു പറഞ്ഞത് ചീരുവിനെ അന്വേഷിക്കണമെന്ന്. അപ്പൊ തന്നെ ഏട്ടൻ എന്നെ വിളിച്ച് ഇറങ്ങുമായിരുന്നു. അപ്പോഴും ചീരുവിനെ അങ്ങനൊരു സാഹചര്യത്തിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ അരുതേന്ന് വിളിച്ചലറിയിട്ടും ചീരു അത് കേൾക്കാതെ മരണത്തിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ മരിച്ചാലും നിന്നെ ഞാൻ രക്ഷിക്കുന്ന ഉറപ്പായിരുന്നു. സോറി സത്യേട്ടാ, സോറി. ഞാൻ കാരണം വീണ്ടും ആർക്കൊരു ദോഷവും വരരുതെന്ന് കരുതിയിട്ടാ. സോറി. മാഷിനെ കിട്ടിയോ ഏട്ടാ? അച്ഛൻ ഉറങ്ങാതെ കാത്തിരിക്കായിരുന്നു. ചീരു അനുവിന്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ നാളെ അച്ഛൻ വരുമ്പോ പറഞ്ഞാൽ മതി. നടന്നൊക്കെ അറിഞ്ഞാൽ അദ്ദേഹം ഒന്നും ഉറങ്ങില്ല. അതെ, പറയാതിരുന്നത് നന്നായി ഇന്ദിര. ആ, നിങ്ങൾ രണ്ടാളും ഇരിക്കേ. ഭാനുമ്മ കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം, അത് കുടിച്ചിട്ട് പോയാൽ മതി. അത് വേണ്ട ഭാനുമ്മേ, ഞങ്ങളുടെ ജോലി തീർന്നില്ല. ചീരുവിന്റെ കുഞ്ഞുങ്ങള് അവിടെ സുരക്ഷിതരാണെന്നുകൂടി അറിയണം. അച്ഛനെ വിളിച്ചു പറഞ്ഞ വിനയൻ ചീരുവിനെ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് അറിയണം. ആ ഭാനുമ്മ, ചീരുവിന് എന്തെങ്കിലും കുടിക്കാൻ ഉണ്ടാക്കിക്കൂട്. ഞങ്ങൾ ഇറങ്ങുവാ. ശരി, ഞാനേ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടും.